തെലങ്കാനയിൽ 5 വയസ്സുകാരിയെ ആക്രമിച്ച് തെരുവുനായ കൂട്ടം. കാസിപ്പേട്ടിൽ റോഡിലൂടെ നടന്നുപോയ കുട്ടിയെയാണ് തെരുവുനായ കൂട്ടം ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. റഹീസ്, ഈ തെരുവുനായ ആക്രമണത്തിൽ ഈ 5 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? ഇപ്പോൾ ആശുപത്രിയിലുള്ള കുട്ടിയുടെ നില എങ്ങനെയാണ്? ഇത് എവിടെ വെച്ചാണ് സംഭവം? ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു 5 വയസ്സുകാരിക്ക് നേരെ തെരുവുനായയുടെ കൂട്ടം പാഞ്ഞെടുക്കുന്നു, അതിനെ ആക്രമിക്കുന്നു. ഏതാണ്ട് ഒരു മിനിറ്റിലധികം ആ കുട്ടിയെ റോഡിലും അതിനുശേഷം റോഡിൽ നിന്ന് ചെറുതായി വലിച്ച് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തേക്കുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അതിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അക്ഷിത എന്നു പേരുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ തെരുവുനായ ഈ കുട്ടിയെ ആക്രമിക്കുന്നത്. ഈ കാസിപ്പേട്ടിലാണ് സംഭവം. ഈ കാസിപ്പേട്ടിലെ ഒരു തെലങ്കാന മോഡൽ സ്കൂളിൻ്റെ കാസിപ്പേട്ട് മണ്ഡൽ സെൻറ്ററിൽ വെച്ച് അതിന് തൊട്ടടുത്തുള്ള ആ വഴിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം, കുറേ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. നേരത്തെ തന്നെ ഇവിടെ തെരുവുനായയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാതാപിതാക്കളൊക്കെയും അധികൃതരോട് പരാതി പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ വെറും വാർത്തയായി വരികയും അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് 5 വയസ്സുകാരി, ഈ കുട്ടിയുടെ അമ്മ ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി കുട്ടി എത്തിയതാണ്. അമ്മ കുട്ടിയുമായി ജോലിക്ക് എത്തുന്നു. ശേഷം കുട്ടി പുറത്തുപോയി കളിക്കുന്നു. പിന്നീട് ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് കുട്ടി നടന്നു വരുമ്പോഴാണ് തെരുവുനായ കൂട്ടം പാഞ്ഞൊടുക്കുകയും കുട്ടിയെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ശബ്ദം കേട്ട് അമ്മ ഓടി വന്ന് ഈ തെരുവുനായകളെ അതിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. കുറച്ചു സമയം കൂടി വൈകിയിരുന്നെങ്കിൽ കുട്ടിയുടെ ആരോഗ്യനിലയ്ക്ക് വലിയ ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ. കുട്ടിക്ക് സാരമായി പരിക്കുണ്ട്. നിലവിൽ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ കുട്ടി ഇതുവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കോടതി. മുഹമ്മദ് റഹീസാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.